സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിൽ പ്രതിസന്ധി തുടരുകയാണ്. ഇന്നലെ ശമ്പളം ലഭിച്ചത് 40% ജീവനക്കാർക്ക് മാത്രമാണ്. ഇന്ന് ഇതുവരെയും ശമ്പള വിതരണം ആരംഭിച്ചിട്ടില്ല. അൽ അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അൽ അമീൻ, ട്രഷറിയിൽ പണം എത്തിയിട്ടുണ്ട്, എടുക്കാം എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണ്? ഘട്ടം ഘട്ടമായി പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പള വിതരണം നൽകുന്നത്. ഇന്നലെ ആ വിതരണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ 40% സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം ലഭിച്ചത്. അത് തന്നെ സാധാരണ ഈ മാസാദ്യം ഓരോ ദിവസവുമാണ് ശമ്പളം ലഭിക്കുന്നത്. അതിൽ മാസാദ്യം ആദ്യ ദിവസം ശമ്പളം ലഭിക്കേണ്ടവർക്ക് പൂർണ്ണമായും ഇന്നലെ ലഭിച്ചിട്ടില്ല. പോലീസിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് ഇന്നലെ പണം ലഭിക്കാനുണ്ട്. 40% ആളുകൾക്ക് ഇന്നലെ ശമ്പളം ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ പ്രതിദിനം 50,000 രൂപ എന്ന നിലയിൽ മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുക. ഇന്ന് ഇതുവരെയും ശമ്പള വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നും നാളെയും കൂടിക്കൊണ്ട് ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു ഇന്നലെ ധനമന്ത്രി വിശദീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഇതുവരെയും ശമ്പള വിതരണം ആരംഭിച്ചിട്ടില്ല. ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളും ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരും ട്രഷറി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. ട്രഷറിയിൽ പണമില്ലാത്തതിന്റെ പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് സാങ്കേതിക പ്രശ്നം എന്നുള്ളതായിരുന്നു ഇന്നലെ മന്ത്രി വിശദീകരിച്ചത്. ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് എത്ര ദിവസം കൊണ്ട് ഈ പ്രശ്നം പൂർണ്ണമായും ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ UDF അനുകൂല സർവീസ് സംഘടന ആരംഭിച്ച പ്രതിഷേധ സമരം ഇപ്പോഴും തുടരുകയാണ്. പൂർണ്ണമായും ശമ്പള വിതരണം നടപ്പാക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് സർവീസ് സംഘടനകളുടെ നിലപാട്. സുജയ, അൽ അമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.